ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അൺബോക്സിങ്ങോ റിവ്യൂ അങ്ങനെ ഒന്നുമല്ല, ഒരു ചെറിയൊരു ടിപ്പാണ്. അല്ലെങ്കിൽ നമ്മളുടെ ഗോപ്രോ എങ്ങനെ ഒരു PC ആയിട്ട് കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ ഒറ്റയടിക്ക് USB കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ C ടൈപ്പ് കേബിള് ലാപ്ടോപ്പും അതേപോലെ തന്നെ PC അല്ലെങ്കിൽ ഈ ഒരു ഗോപ്രോ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റാസ് കിട്ടില്ല. അപ്പൊ അതെങ്ങനെ എന്നുള്ളതാണ്, അതിന് ചെറിയൊരു മാറ്റം ഈ സെറ്റിംഗ്സിൽ വരുത്തണം. അതെന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഇതാണ് നമ്മളുടെ ഗോപ്രോയുടെ ഹോം സ്ക്രീൻ. നമ്മൾ ഇതിന്റെ സെറ്റിംഗ്സ് എടുക്കാനായിട്ട് ജസ്റ്റ് മുകളിൽ നിന്ന് സ്വൈപ്പ് ചെയ്യുക. ഇതിന്റെ പ്രിഫറൻസ്, ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ഗ്രിഡ്, അതിൽ നമ്മൾ പ്രിഫറൻസ് എടുക്കുക. പ്രിഫറൻസിൽ താഴോട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മളുടെ ടോപ്പിക് PC ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കണക്ഷൻസ് പോവാ. കണക്ഷൻസ് പോയി കഴിഞ്ഞാൽ വയർലെസ് ഉണ്ട്, കണക്ട് ഡിവൈസ് ഉണ്ട്, USB കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ സാധാരണ ഈ ഗോപ്രോ കണക്ട് എന്നുള്ളതിലാണ് ഡിഫോൾട്ട് ആയിട്ട് എടുക്കാറ്. അത് മാറ്റിയിട്ട് ഈ MTP എന്നുള്ള ഓപ്ഷനിലോട്ട് അത് മാറ്റുക. അപ്പോൾ അത് നമ്മൾ മാറ്റി കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ USB കണക്ട് ചെയ്യുമ്പോൾ നമുക്കിത് മാസ് സ്റ്റോറേജ് ആയിട്ട് നമുക്ക് ഇതിലത്തെ ഡാറ്റാസ് എല്ലാം നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഇത് മാറ്റേണ്ടത്. ഞാനിതിപ്പോൾ കാണിച്ചു തരാം. ഇവിടെ നമ്മളിത് കണക്ട് ചെയ്തപ്പോൾ ഹീറോ ബ്ലാക്ക് നമ്മുടെ അതിന്റെ ആ ഓപ്ഷൻ ഇവിടെ ഓൾറെഡി വന്നു. നമുക്ക് ഡാറ്റാസ് കോപ്പി ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ഈ കണക്ഷൻസിൽ MTP എന്നുള്ള ഓപ്ഷനിലോട്ട് അത് മാറ്റണം. അതല്ലാതെ അത് ഗോപ്രോ എന്നുള്ളതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അപ്പോൾ ഇതുപോലുള്ള ചെറിയ അപ്ഡേറ്റ്സോ അല്ലെങ്കിൽ ടിപ്സോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇതുപോലെ ഗോപ്രോ ഉള്ള യൂസേഴ്സിന് ഈ വീഡിയോ കാണുന്നവർ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രമാത്രം. ബൈ.